ലിറ്ററലി ലെൻസിന്റെ 32ാമത്തെ ബുക്ക് റിവ്യൂ ആണ്. ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ഈ റിവ്യൂയിലേക്ക്. നമ്മൾ പല വെറൈറ്റി ബുക്ക് റിവ്യൂ അതുപോലെ തന്നെ സിനിമയുടെ റിവ്യൂ ഒക്കെ ഇതിലൂടെ കേട്ടിട്ടുണ്ട്. ഇന്ന് അതുപോലെ മറ്റൊരു നല്ല പുസ്തകത്തിന്റെ റിവ്യൂ ആയിട്ട് ഫസീല ഇവിടെ ഉണ്ട്. സെക്കൻഡ് ഇയർ ഫിസിക്കൽ സയൻസിലെ സ്റ്റുഡൻ്റ് ആണ് ഫസീല. ഫസീല ഇന്ന് നമുക്ക് പുതിയൊരു ബുക്ക് പരിചയപ്പെടുത്താനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഫസീലനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഫസീല. താങ്ക് യു മേഘ. ഞാൻ ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന ബുക്കിന്റെ പേര് വേരുകൾ എന്നാണ്. മലയാറ്റൂർ എന്നറിയപ്പെടുന്ന മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ള നോവലാണ് ഈ വേരുകൾ എന്ന് പറയപ്പെടുന്ന നോവല്. ഈ മലയാറ്റൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ സർവീസ് ജീവിതം ത്തിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് പിന്നീട് പൂർണ്ണമായിട്ടും ഈ ഒരു എഴുത്തിലെ ലോകത്തിലേക്ക് തിരിഞ്ഞത്. അങ്ങനെ അദ്ദേഹം ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ യക്ഷി, യന്ത്രം, ശിരസിൽ വരച്ചത്, സർവീസ് സ്റ്റോറി, അങ്ങനെ ധാരാളം നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ് വേരുകൾ എന്നറിയപ്പെടുന്നത്. സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള ഒരു നോവലാണ് വേരുകൾ. 1966 ഈ വേരുകൾ എന്നുള്ള നോവല് എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. ഈ നോവലിലെ പ്രധാന കഥാപാത്രവും അദ്ദേഹത്തിനെ പോലെ തന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ നോവലിസ്റ്റിന്റെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നോവലാണ് ഈ വേരുകൾ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള ഒരു നോവലാണ് വേരുകൾ. ഇതിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് രഘു ആണ്. രഘു മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജനിച്ചു വളർന്നത് പാലക്കാട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ് ജനിച്ചു വളർന്നത്. അവിടെ നിന്ന് പഠിച്ച് സിവിൽ സർവീസ് നേടി തിരുവനന്തപുരം നഗരത്തില് ഒരു നഗരത്തിലാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭാര്യ അതുപോലെ തന്നെ 2 മക്കളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ അമ്മയും ഇപ്പൊ ഈ തിരുവനന്തപുരം നഗരത്തിലാണ് അവരുടെ കൂടെ താമസിക്കുന്നത്. രഘുവിന്റെ ഭാര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ ഗീതയാണ്. രഘു ഒരു നാട്ടിൻ പുറത്തെ സാധാരണ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിൽ ഭാര്യ നേരെ വിപരീതമായിട്ട് മദ്രാസിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ഒരു ബിസിനസ്സുകാരന്റെ മകളായിട്ടാണ് ഈ ഗീത ജനിച്ചു വളർന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ 2 പേരുടെയും ജീവിതം രണ്ടും വ്യത്യസ്ത തരത്തിലായതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഭിന്നതകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല അഭിപ്രായത്തിൽ 2 പേർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിട്ടുള്ളതായിരിക്കും. പിന്നെ ഇവർക്ക് 2 മക്കളാണുള്ളത്. അജയൻ, സുധ എന്നാണ് അവരുടെ പേര്. ഈ അച്ഛന്റെ ജോലി തിരക്കും അതുപോലെ തന്നെ അമ്മയുടെ ഈ ക്ലബ്ബ് അങ്ങനെയുള്ള കുറെ പ്രവർത്തനങ്ങൾ കാരണം ഇവർക്ക് പലപ്പോഴും ഈ മക്കളെ സ്നേഹിക്കാനോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമൊന്നും കിട്ടാറില്ല. അപ്പൊ ഈ മക്കളെ നോക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇവരുടെ കൂടെയുള്ള രഘുവിന്റെ അമ്മയാണ്. ഈ കഥയിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് രഘു ഒരു വീട് വെക്കുന്നതിന് വേണ്ടി തീരുമാനിക്കും. രഘു ഒരു 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കാനാണ് തീരുമാനിക്കുക. പക്ഷെ അയാളുടെ ഭാര്യയ്ക്ക് ഈ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് എന്ന് പറയുന്നത് ഈ വലിയൊരു നഗരത്തില് സമ്പന്നരായിട്ടുള്ള ഒരു ആളുകളുടെ വീടുകൾക്ക് നടുവിൽ ഒരു കോഴിക്കോടിന്റെ വലിപ്പമുള്ള അത്രയും ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യ പറയും ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് വെക്കണമെന്ന്. അങ്ങനെ ഇവര് തമ്മിലുള്ള ഈ ഒരു അഭിപ്രായം വ്യത്യാസം അവർ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് ശേഷം ഒടുവിൽ അവര് ഒരു 4500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കാം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരും. അങ്ങനെ ഈ തീരുമാനത്തിൽ എത്തിയാലും അതിനുള്ള പണം ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല? രഘുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതിനുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് രഘു ജനിച്ചു വളർന്നിട്ടുള്ളത് പാലക്കാടുള്ള ഒരു ഗ്രാമത്തിലാണ്. അവിടെയാണ് രഘുവിന്റെ വീട്, തറവാട് വീടും സ്ഥലവും ഉള്ളത്. അങ്ങനെ അത് വിൽക്കാം എന്നുള്ള ഒരു തീരുമാനത്തില് ഈ രഘു എത്തിച്ചേരും. അങ്ങനെ രഘുവിന് ആദ്യം ഇത് കുറച്ച് പ്രയാസകരമാണെങ്കിലും പിന്നീട് രഘു വിചാരിക്കും ഇവരാണെങ്കിൽ ഈ തിരുവനന്തപുരം നഗരത്തിലാണ് താമസിക്കുന്നത്. ഈ ഗ്രാമത്തിലാണെങ്കിൽ യാത്രാ സൗകര്യം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പൊ എന്തുകൊണ്ടും ഈ വീട് വിൽക്കുന്നത് വലിയ കുഴപ്പമില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ രഘു എത്തും.
ഈ രഘുവിന് രണ്ട് സഹോദരിമാരാണുള്ളത്. അമ്മുലു അതുപോലെ തന്നെ ലക്ഷ്മി എന്നാണ് ഈ രണ്ട് സഹോദരിമാരുടെ പേര്. ഇതില് ഇളയ സഹോദരിയുടെ ലക്ഷ്മി ഈ ഈ രഘു വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച അവരുടെ തറവാട്ട് വീട്ടിലാണ് താമസിക്കുന്നത്. ഈ മൂത്ത സഹോദരി അമ്മുലു അതിനടുത്ത് തന്നെ മറ്റൊരു വീട്ടിലാണ് താമസം. അങ്ങനെ ഈ രഘു വീട് വിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അറിയിച്ചുകൊണ്ട് ഒരു കത്ത് മൂത്ത സഹോദരിയായിട്ടുള്ള അമ്മുലുവിന് അയക്കും. പക്ഷെ ഈ കത്തിന് എന്ത് ലഭിക്കില്ല, മറുപടി ഒന്നും രഘുവിന് ലഭിക്കില്ല. അങ്ങനെ രഘു എന്ത് തീരുമാനിക്കും, തന്റെ നാട്ടിൽ ചെന്ന് ഈ വീടും സ്ഥലവും വിറ്റ് വീട് വെക്കുന്നതിനുള്ള പണം കണ്ടെത്താന്നുള്ള തീരുമാനം എടുത്തിട്ട് രഘു തന്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കും. ഇവിടെ നിന്നാണ് ഈ നോവലിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്തേക്ക് നോവൽ കടക്കുന്നത്. ഈ നാട്ടിലെത്തിയതിനു ശേഷം രഘു അയാളുടെ ഗ്രാമത്തില് ജനിച്ചു വളർന്ന അയാളുടെ ഗ്രാമത്തിൽ അയാൾക്ക് ഉണ്ടായിട്ടുള്ള ഓർമ്മകളിലൂടെയാണ് പിന്നീട് ഈ നോവല് കടന്നു പോകുന്നത്. അവിടെ അയാൾക്ക് ഉണ്ടായിട്ടുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ അദ്ദേഹം കുട്ടിക്കാലത്ത് ജനിച്ചു വളർന്നിട്ടുള്ള ഓരോ സ്ഥലങ്ങളും പുഴകളും കുളങ്ങളും ഒക്കെ അയാളുടെ ആ ഓർമ്മകളിലേക്ക് അയാളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഓർമ്മകളാണ് പിന്നീട് ഈ നോവലില് കൂടുതലായിട്ടും വിവരിച്ചിട്ടുള്ളത്. ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തരത്തിൽ തന്നെ ആ എല്ലാ ഭാഗങ്ങളും ഈ നോവലില് വളരെ കൃത്യമായി തന്നെ നോവലില് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും അതുപോലെ തന്നെ ആളുകളെ കാണുമ്പോഴും അദ്ദേഹത്തിന് അവര് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഓരോ സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഓരോ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ നോവലിൽ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം പണ്ട് കളിച്ചിരുന്നതും അതുപോലെ തന്നെ കളിച്ചിരുന്ന പുഴകളും തോടുകളും കുളങ്ങളും ഒക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ മക്കൾക്കും ഈ ഒരു ഗ്രാമീണ ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവര് ഈ ഒരു സുഖമൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് പലപ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇതില് ഇവരുടെ സഹോദരി ഇളയ സഹോദരി ലക്ഷ്മിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലക്ഷ്മി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ലക്ഷ്മി ഇപ്പൊ ജീവിക്കുന്നത്. അമ്മുലു ആണെങ്കിൽ ലക്ഷ്മിയെക്കാളും കുറച്ച് ഉന്നതമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ്. അപ്പൊ ലക്ഷ്മിയുടെ ജീവിതത്തിനുള്ള കാര്യങ്ങളെല്ലാം നൽകുന്നതും അതിന് ജീവിക്കാനുള്ള സഹായങ്ങളൊക്കെ നൽകുന്നത് ഈ രഘുവിന്റെ സഹായത്തിലാണ് ഈ അമ്മുല് ജീവിക്കുന്നത്. അപ്പൊ വീട് വിൽക്കുക എന്നുള്ള ഒരു അഭിപ്രായം പറയുമ്പോഴും ലക്ഷ്മി അതിനോട് യോജിക്കുന്നില്ല. ലക്ഷ്മി എല്ലാ സഹായവും രഘു ആണ് ചെയ്യുന്നത് എങ്കിൽ പോലും ലക്ഷ്മി അതിനോടുള്ള വിയോജിപ്പ് വളരെ ശക്തമായി തന്നെ ഇതിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് സാധാരണയായിട്ട് മലയാള സാഹിത്യത്തിൽ വേരുകൾ എന്നുള്ള പദം ബന്ധങ്ങളുടെ ആഴത്തെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ നോവലിലും ബന്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ രഘുവിന്റെ ഗ്രാമവും തമ്മിലുള്ള ബന്ധം, രഘുവിന്റെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് പറയുന്നത്. സഹോദരിയും സഹോദരനും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ ഇതിൽ ഹൃദയസ്പർശിയായിട്ട് പറയുന്നത് രഘുവിന്റെ അച്ഛനും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. രഘുവിന്റെ അച്ഛന്റെ പേര് വിശ്വനാഥ അയ്യർ എന്നാണ്. അദ്ദേഹം സാധാരണ പഴയ കാലത്തുള്ള അച്ഛന്മാരെ പോലെ തന്നെ സ്നേഹം ഉള്ളിൽ ഒതുക്കി പ്രകടിപ്പിക്കാതെ നടക്കുന്ന തരത്തിലുള്ള ഒരു അച്ഛനായിരുന്നു. പക്ഷെ രഘുവിന്റെ പഠനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അങ്ങനത്തെ അദ്ദേഹത്തിന്റെ രഘുവിന്റെ അച്ഛന് അവസാന കാലത്ത് വയ്യാത്ത ഒരവസ്ഥയാകുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കുള്ള ചികിത്സയ്ക്കുള്ള ചിലവ് ചുരുക്കി ആ പണം കൊണ്ടാണ് രഘുവിനെ പഠിപ്പിച്ചിരുന്നത്.
പിന്നെ രഘുവിന്റെ പഠനകാലത്തുള്ള കുറെ നല്ല അനുഭവങ്ങളും അതുപോലെ ഒരു വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിലായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പലതരം കുസൃതിത്തരങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രഘുവിന്റെ ഒരു ജീവിത കഥ മൊത്തം ഇതിൽ പറയുന്നുണ്ട്. രഘുവിന്റെ ബാല്യകാലം, അവരുടെ കൗമാരകാലം, അതുപോലെ തന്നെ യൗവനകാലത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ നോവലില് ഈ വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ഈ അച്ഛൻ ഈ ചികിത്സയ്ക്കുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രഘുവിനെ പഠിപ്പിച്ചത്. പക്ഷെ അച്ഛന്റെ ഈ സ്നേഹം ഈ രഘു തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ പിന്നീട് ഈ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വീടും സ്ഥലവും വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ ആ വീടുകളിലൂടെ നടക്കുമ്പോൾ അച്ഛനെ ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുറിച്ചിട്ടുള്ള മാവിന്റെ വേര് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് അച്ഛനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ ആഴം എത്രയാണ് എന്ന് ഈ രഘു മനസ്സിലാക്കുന്നത്. ഹൃദയസ്പർശിയായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഈ നോവലിൽ വിശദീകരിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ള സങ്കടകരമായിട്ടുള്ള അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും വളരെ നല്ല രീതിയിൽ തന്നെ ഈ നോവലിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഈ നാട്ടിൽ തിരിച്ചെത്തിയ രഘു അവിടെയുള്ള തന്റെ വേരുകൾ ഈ ഒരു ഗ്രാമപ്രദേശത്താണ് എന്നും അത് എത്രമാത്രം ആഴത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് എന്നും അദ്ദേഹം പിന്നീട് ആ ഒരു നാട്ടിലെത്തിയതിന് ശേഷമാണ് അദ്ദേഹം ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ആ തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹം എടുത്ത തീരുമാനം തെറ്റാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ആ ഒരു തീരുമാനം തെറ്റാണ് എന്ന് തന്റെ ഭാര്യയെ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞ് ശരിയാക്കാം. എന്നാലും തന്റെ ബന്ധങ്ങൾ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഈ വേര് ഈ ബന്ധങ്ങൾ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഈ വേരുകളുള്ള ഈ മണ്ണ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു നല്ല ഒരു തീരുമാനത്തിലേക്ക് രഘു എത്തിച്ചേരുകയാണ്. പിന്നെ അങ്ങനെ വളരെ ഒരു ഗ്രാമീണ ഭംഗിയിൽ നിറഞ്ഞ കൂടുതലായിട്ടും ഗ്രാമപ്രദേശത്തിലുള്ള ഒരു ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ നോവലിൽ വിശദീകരിക്കുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരാൾ ജനിച്ചു വളർന്നിട്ട് അയാൾക്ക് കിട്ടിയിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങളാണ് ഇതിൽ. അയാളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള കുറെ വ്യക്തികളെ കുറിച്ചിട്ട് ഈ നോവലിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള കുറെ നല്ല നല്ല ഓർമ്മകൾ ഈ നോവലില് വളരെ നല്ല രീതിയിൽ തന്നെ നോവലിസ്റ്റ് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ ഈ നോവലിൽ പറയുകയാണെങ്കിൽ ധാരാളം കഥാപാത്രങ്ങളുണ്ട്. ഈ കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അമ്മുലു, അത്തിമ്പ, പാട്ട, പാർത്ത, അമ്മാഞ്ചി അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് ഓരോ കഥാപാത്രത്തിനുള്ളത്. അതുപോലെ തന്നെ ഈ നോവല് ഒരു തമിഴ് അയ്യർ കുടുംബത്തിന്റെ കഥയാണ് ഈ നോവല് പറയുന്നത്. ഈ തമിഴ് അയ്യർ പറയുമ്പോൾ തമിഴ്നാട്ടില് കേരളത്തിൽ ജനിച്ചു പറഞ്ഞുള്ള തമിഴ് വംശജരാണ് ഈ തമിഴ് അയ്യർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോവലില് അവരുടെ സംഭാഷണത്തിൽ പലപ്പോഴും തമിഴ് കലർന്നിട്ടുള്ള മലയാള ഭാഷയാണ് തമിഴ് കലർന്നിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു മലയാളികൾ വായന ഇഷ്ടപ്പെടുന്ന എല്ലാ മലയാളികളും വായിച്ചിരിക്കേണ്ട ഒരു നോവലിന്റെ വിഭാഗത്തിലാണ് ഈ നോവലിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 1966 ഈ നോവൽ എഴുതിയിട്ടുള്ളത് എങ്കിലും ഇന്ന് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രാമീണ കാലത്ത് ഇത് വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു നോവലാണ്. നമുക്ക് ഈ കുറെ കഴിയുമ്പോൾ ഈ ഗ്രാമ ജീവിതം അതുപോലെ തന്നെ ഗ്രാമീണ ഭംഗിയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു ഗ്രാമത്തിലുള്ള ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഗ്രാമ ജീവിതം എന്തൊക്കെ തരത്തിലുള്ള അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നുള്ളത് എന്നുള്ളത് ഈ നോവൽ വായിക്കുന്നതിലൂടെ നമുക്ക് അതിൽ നിന്ന് എന്താണ് കഴിയും, നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു നല്ലൊരു നൊസ്റ്റാൾജിക് ഫീല് തരുന്ന ഒരു നോവലാണ്. അതുപോലെ തന്നെ ഈ നോവലില് മലയാളികൾ വായിച്ചിരിക്കേണ്ട ഒരു നോവലിന്റെ കൂട്ടത്തിലാണ് ഈ നോവലിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു വായനാനുഭവം ഈ നോവല് സമ്മാനിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ കഴിയുന്നവരെല്ലാം നോവല് വായിക്കുക. താങ്ക് യു ഫസീല. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഓഥറിനെയും ബുക്കിനെയും അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും നന്നായി തന്നെ അവതരിപ്പിച്ചിരുന്നു. ബുക്കിനെ കുറിച്ച് നല്ല കുറച്ച് ഹിന്റ്സ് ഒക്കെ തന്നു, എന്നാൽ സ്റ്റോറി മൊത്തത്തിൽ വെളിപ്പെടുത്താത്ത നല്ലൊരു റിവ്യൂ ആയിരുന്നു. താങ്ക് യു ഫസീല. അടുത്തതായിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് സെഷൻ ആണ്. അപ്പൊ ഫീഡ്ബാക്ക് പറയാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. ഹലോ, കേൾക്കുന്നുണ്ടോ? വിഷ്ണു കേൾക്കാം. ഫസീലയുടെ പ്രസന്റേഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റോറി കേട്ടപ്പോ നമ്മളുടെ എല്ലാവരുടെയും ഒരു കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്തെങ്കിലും ജോബിനായാലും അല്ലെങ്കിൽ അതേപോലെ തന്നെ പുതിയൊരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിച്ചിട്ടാണെങ്കിലും നമ്മളൊരു പറിച്ചു നട്ട ആൾക്കാരാണ്. പല സ്ഥലത്തേക്കും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പറിച്ചു നട്ട ആൾക്കാരാണ്. അപ്പോ പിന്നീട് നമുക്ക് നമ്മുടെ തറവാട്ടിലേക്ക്, ഇപ്പൊ എനിക്കൊക്കെ അതാണ് ഓർമ്മ വന്നത്. പെട്ടെന്ന് നമ്മുടെ തറവാട്ടിലേക്ക് വരുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോഴാണ് എത്ര മനോഹരമായിരുന്നെന്ന് പിന്നീട് തോന്നുന്നത്. ഇപ്പൊ ഒരു സ്റ്റോറിയുടെ തന്നെ ഇപ്പൊ ഫസീല പറഞ്ഞപ്പോ, വേദികൾ എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഫസ്റ്റ് തന്നെ ഒരു ടൈറ്റിൽ ഇപ്പൊ എന്തെങ്കിലും ഓർമ്മയായിരിക്കാം, ചിലപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത്രയും ആഴ്ന്നിറങ്ങിയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ അദ്ദേഹം ഈ ബുക്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ കഥയും അതിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ വളരെ വൃത്തിയായിട്ട് വ്യക്തമായിട്ടാണ് ഫസീല അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ പ്രസന്റേഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫസീല. താങ്ക് യു. ഹലോ ഫസീല, ഹലോ കേക്കാവോ? കേക്കാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് ഫിലിമായിരുന്നല്ലോ നമ്മുടെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. ഞാൻ ഈ എപ്പിസോഡ് തൊട്ടിട്ട് എല്ലാരും ഫിലിം തന്നെ ആയിരിക്കും. അപ്പോഴാണ് ഈ വേരുകൾ പറയുന്ന ഈ പോസ്റ്റർ ഫസീലയുടേത് കണ്ടത്. അപ്പൊ ഞാൻ വായിച്ചിട്ടില്ല സംഭവം, പക്ഷെ ഒരു അവതരിപ്പിച്ചതിലൂടെ എനിക്ക് ഈ സീനറി ഉള്ള സംഭവങ്ങൾ, ഇപ്പൊ ഗ്രാമപ്രദേശത്തുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് വായിക്കാൻ തോന്നിയിട്ടുണ്ട്. നീ കാഴ്ചാൽ ഇപ്പൊ ഞാൻ അങ്ങനെ വീട്ടിലേക്ക് ഞാൻ കുറച്ച് കുട്ടികൾ, ചെറിയ കുട്ടികളെ വീട്ടിലടുത്തൊരു ചെറിയ പറമ്പുണ്ട്, ചെറിയ മരത്തിൽ ഇങ്ങനെ കേറിയിട്ട് കളിക്കുക, ചാടി കളിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ ഞാനിങ്ങനെ പഴയ നൊസ്റ്റൂലിക്കൊക്കെ പോയി. അപ്പൊ അതുപോലെ തന്നെ എനിക്ക് നീ പറഞ്ഞപ്പോ ഈ കുളത്തിൽ ചാടി കളിച്ചു അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് വായിക്കാൻ തോന്നിയിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നി. നന്നായിരുന്നു, നീ അവതരിപ്പിച്ചത് നന്നായിരുന്നു. ഓക്കെ, ഫസീല നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. വളരെ സിമ്പിളായിട്ട്, ശരിക്കും പറഞ്ഞാൽ കേട്ടിരിക്കാൻ തോന്നി. എന്നാൽ അതിൻ്റെ എല്ലാം ആ കഥാ സാഹചര്യം എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. നമുക്കറിയാം, നമ്മളൊക്കെ അല്ലെങ്കിൽ മനുഷ്യർ പൊതുവെ ഒരു പെർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മൾ പഴയ വേര് തേടി പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലെങ്കിൽ വേരുകളെ കുറിച്ച് സംസാരിക്കാനോ അത് ഓർക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സാധനം തന്നെ നമ്മളിങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് എന്തെങ്കിലും നൊസ്റ്റു ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിനുള്ള എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ രേഖപ്പെടുത്തും. അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു സ്വഭാവം. നമ്മളിപ്പോൾ നമ്മൾ വേരുകളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ കൂട്ടുകാർ, നമ്മൾ വളർന്നു വന്ന സാഹചര്യം, നമ്മളെ അച്ഛന് അമ്മ, അങ്ങനെയൊക്കെ ഒരു ആ വേരിൻ്റെ കണക്കെടുപ്പ് കുറച്ച് ഒരു പരിധി ഉണ്ട്, അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പോകാറില്ല പലപ്പോഴും, ബാക്കിലോട്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുമുണ്ട്. അപ്പം അങ്ങനെ വേരുകൾ
എപ്പോഴും നമ്മളെ സ്വാധീനം ചെലുത്തുന്ന കാര്യങ്ങളാണ്. ആ വേരുകളുടെ ബലത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ ലൈഫിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പിന്റെ സമയത്തൊക്കെ നമ്മളിങ്ങനെ നമുക്ക് കണ്ണിന്ന് വെള്ളം വന്നതും നമുക്ക് അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ശബ്ദം ഉണ്ടാക്കി പോലും കരഞ്ഞതും തേങ്ങലടിച്ചതൊക്കെ എന്താണ് ചില വേരുകളെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം വിവരിക്കുന്ന ഒരു IAS-കാരൻ കല്യാണം കഴിച്ച് സമ്പന്ന കുടുംബത്തിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ആ സിറ്റുവേഷനിൽ പറയുന്ന മലയാറ്റൂരിന്റെ വേരുകൾ നല്ല രീതിയിൽ ഫസീല പറഞ്ഞു. ഒരിക്കൽ കൂടെ വായിക്കണം എന്നൊരു തോന്നലുണ്ടാക്കി എന്നുള്ളത് ഫാക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള റിവ്യൂസും വേണം. സിനിമ റിവ്യൂ വേണം, ബുക്ക് റിവ്യൂ വേണം, മറ്റെന്തെങ്കിലും ആർട്ടിക്കിളുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വേണം, പ്രഭാഷണങ്ങളെക്കുറിച്ച് ആവാം. അങ്ങനെയൊക്കെയുള്ള ഈ നല്ല രീതിയിൽ താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിൽ ഈ ലിറ്റററി ലെൻസ് കാലങ്ങളോളം മുന്നോട്ട് പോകണം എന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനായിട്ടുണ്ടോ? നമ്മൾ ഈ വേദി ശരിക്കും ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് എനിക്ക് ഇങ്ങനെ എപ്പോഴും തോന്നുന്നുണ്ട്. വളരെ കുറഞ്ഞ പേര് ജോയിൻ ചെയ്യുന്നുള്ളൂ. അതെന്താണെന്ന് അറിയില്ല. ഇതിനൊരു മെക്കാനിക്കൽ സാധനം ആക്കേണ്ട കാര്യമില്ല. ഇപ്പൊ മേഘ പറഞ്ഞതുപോലെ ഒക്കെ നമുക്ക് എന്തായാലും ഒരാൾ ഒരു പുസ്തകത്തെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അതിനെ കുറിച്ച് മാത്രം സംസാരിക്കണം എന്നില്ല. അതിൽ എന്തെങ്കിലും സാഹചര്യങ്ങളുമായി ചേർത്ത് വെക്കാവുന്ന സംഭവങ്ങള്, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞൊരു നമുക്ക് ഫ്രീ മൈൻഡഡ് ആവാനുള്ള ഒരു അവസരമാക്കി ഇതിനടുത്ത് ഒരു 10-20 മിനിറ്റ് മാത്രം ഇവിടെ ചെലവഴിക്കേണ്ടതുള്ളൂ. എന്താണ് എല്ലാവരും വരാത്തതെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ പരമാവധി എല്ലാവരും പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു 20 നമ്മൾ അത്രയൊക്കെ എടുക്കാറുള്ളൂ. 15 to 20 മിനിറ്റ് ഒക്കെ സാധാരണ എടുക്കാറുള്ളൂ. അപ്പം അത്രയും സമയം നമുക്കൊന്ന് വെറുതെ ഒന്ന് വന്നിരുന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു. എന്നാൽ മീറ്റിംഗ് എൻ്റെ ചെയ്തേക്കുമോ? ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ. താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു സർ. അപ്പോൾ ഇതോടെ നമ്മുടെ ഫീഡ്ബാക്ക് സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവരോടും താങ്ക് യു. അതുപോലെ തന്നെ ഫസീലേനോട് നല്ലൊരു ബുക്ക് പരിചയപ്പെടുത്തിയതിനും താങ്ക്സ്. അപ്പൊ അടുത്ത ഫ്രൈഡേ ഇതുപോലെ മറ്റൊരു നല്ല ബുക്കോ അല്ലെങ്കിൽ സിനിമയുടെയോ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും ഒത്തുകൂടാം. അപ്പൊ താങ്ക് യു ഓൾ. ഹാവ് എ ഗുഡ് നൈറ്റ്.